ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ ഡേ 1 ആട്ടോ, സലാലയിലുള്ള ഡേ 1 ആണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് റൂം നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തുള്ളൊരു ഉടുപ്പി റെസ്റ്റോറൻറ്റിലാട്ടോ പോയത്. നല്ല മസാല ദോശ കഴിച്ചു. ഇത് എന്നിട്ട് ഞങ്ങൾ റൂം നോക്കി. ഞങ്ങൾക്ക് റൂം സെറ്റായപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇരിക്കാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് റൂമൊക്കെ സെറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എവിടെയും പോകാൻ പറ്റിയില്ല. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ നേരെ ഇവിടത്തേക്ക് വരിക ചെയ്തേ. കുറേ റൂം നോക്കി. എല്ലാ ഹോട്ടൽസും ഫുള്ളാണ്. എന്തോ ഭാഗ്യം കൊണ്ട് നമുക്കിവിടെ കിട്ടി. അപ്പം ഭയങ്കര റേറ്റുമായി. ഈ ഒരു ഖരീഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റുമായി ഇപ്പോൾ എല്ലാ ഹോട്ടലിലും. അപ്പോൾ നമുക്കിപ്പോൾ ഒരെണ്ണം കിട്ടി. അപ്പോൾ അത് സെറ്റായി. ഇനിയിപ്പോൾ പഴയ റൂമിൽ പോയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് ഫുഡ് കഴിച്ച് എന്നിട്ട് വേണം ഓരോ സ്ഥലത്ത് കറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അന്നുവിന് ആപ്പിൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാറിലേക്ക് വന്നതാണ്. അന്നു ഹായ് പറ. ഹായ് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇനിയിപ്പോ റൂമിൽ പോകണം. ഞാൻ ഓൾറെഡി പറഞ്ഞാലേ, ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതെന്ത് തട്ട്? ഗുലാൻ തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ഗുലാൻ തട്ടുകടയിലാണുള്ളത്. ഇത് നിങ്ങളെ ഫേമസ് ഇൻഫ്ലുവൻസർ എവിടെയോ ആലോചിച്ചു. ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറെ സമയമായിട്ട് റോഡ് നോക്കി ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയെല്ലാം പറയും ഇവര്. കാരണം ഇവര് ഒരു കഴിഞ്ഞൊരു 15 മിനിറ്റ് ആയിട്ട് എവിടെയോ ആലോചിച്ച് എന്തോ ഇന്ന് ഗ്രോസറി തുറന്ന് നമ്മളെ തുറപ്പിച്ച് മേടിച്ചിട്ട് നൈത്തു എന്താ ചെയ്യുന്നേ? നൈത്തു ഡാഡി എന്താ ചെയ്യുന്നേ? ഏതാ ഓർഡർ ചെയ്യുന്ന? എന്നോട് അതിന് വായിക്കാൻ അറിയാം. ഫുഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ബീഫ് പെപ്പർ കറി, ഇത് ബിരിയാണി, ഗീ റൈസ്, എല്ലാം ഉണ്ട്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമുക്ക് അത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 5 മണിയായി സമയം. തെങ്ങ് ശരിക്കും നാട്ടിൽ പോയ നാട്ടിലത്തെ ബീച്ച് പോലെ ഉണ്ട് കേട്ടോ. ഫുള്ള് തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ അതെ അതെ. അപ്പോൾ എന്താ പറയുക, 5 മണിയായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോകാൻ പറ്റൂല. അപ്പം നമ്മൾ അടുത്തുള്ള 2 സ്ഥലം കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു ബീച്ചിൽ വന്നിട്ടായിരുന്നുണ്ട്. ഈ ബീച്ചിന്റെ പേരെന്നാ? ബീച്ചിന്റെ പേര് അന്തം കുന്തം അങ്ങനെയാണ് ഞങ്ങൾ. അയ്യോ, ഒരു ചേട്ടൻ അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി. ആ ചേട്ടൻ മലയാളിയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ പോയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് എത്തൂല. നിങ്ങൾ അവിടെ വാദിയുടെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും രാത്രിയാവും. അതുകൊണ്ട് അടുത്തുള്ള ബീച്ച് കവർ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ബീച്ചിൽ വന്നിട്ടുള്ള. ഇതാണ് ആ ബീച്ച്. നന്നു ഉറങ്ങിപ്പോയി. പക്ഷെ നന്നു ബീച്ചിനടുക്ക് എത്തുമ്പോഴത്തേക്കും എൻ്റെ മോൻ ഉറങ്ങിപ്പോയി. നന്നൂട്ടൻ എണീറ്റ് കേട്ടാ. നന്നൂട്ടൻ എണീറ്റ് വെള്ളം കണ്ടേരം തന്നെ നന്നു ഭയങ്കര ഹാപ്പി. നന്നൂട്ട ഹാപ്പിയാ? ഹാപ്പി ഹാപ്പി പറ. ഹാപ്പി പറ. ഹാപ്പി പറ. നന്നു പിന്നെ വെള്ളത്തുനിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വെയിലേറ്റത്തിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കടൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഗാർഡ് അവിടെ നിന്ന് തിരിച്ചു വരാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. നൈത്തു ലാസ്റ്റ് ആയപ്പോൾ ഇതാട്ടോ അവസ്ഥ. ഫുള്ള് പൂഴിയും വെള്ളവും ഇതൊക്കെ. നൈത്തു അർമാദിക്കുന്നു. ഇത് ഞങ്ങൾ പോയ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള സൂക്കൽ ഹഫ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലോത്ത്സ്, ഒമാൻ ഹണി, പിന്നെ ഈ കുന്തിരിക്കം പോലെ സ്മെല്ലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ, സിൽവർ ജ്വല്ലറി, അങ്ങനെയൊക്കെ ആട്ടോ ഈ മാർക്കറ്റിൽ കൂടുതലായിട്ടുള്ളത്.
മാത്രമല്ല നമുക്കിവിടെ ഒരുപാട് ഒമാനികളെ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു, അതുകൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഷോർട്ട് കട്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക് പോകേണ്ടത്. ശരിക്കും നമ്മുടെ നാടിൻ്റെ എന്താ പറയുക, നാട്ടിലെ വഴികളുടെ കൂടെ പോകുന്ന പോലെ തന്നെ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പുറവും ഇപ്പുറവും വാഴത്തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്, തെങ്ങും അതൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇതുവഴി പോകും. നമ്മൾ ബീച്ചിലൊക്കെ പോയി എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച സെയിം കടയിൽ വന്നിട്ടാട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടുന്ന് ചായയും പൊറോട്ടയും ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, കാരണം നല്ല ഫുഡായിരുന്നു. നമ്മൾ UAE നിന്ന് ഇറങ്ങിയതിന് ശേഷം കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡായിട്ട് നമുക്ക് തോന്നി. അതുകൊണ്ട് അവിടത്തേക്ക് തന്നെ വന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അടിപൊളി നൂല് പോലത്തെ പൊറോട്ട കേട്ടോ. പൊറോട്ട ഇങ്ങനെ 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 നൂല് ഇങ്ങനെ കാണിച്ച് കണ്ടോ, നൂല് ശരിയായ നൂല് പൊറോട്ട, ശരിക്കും നല്ല നൂല് പൊറോട്ട. നൂൽ പൊറോട്ടയും ബീഫ് മസാലയും പിന്നെ നല്ല അടിപൊളി കപ്പ ബിരിയാണി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചിക്കൻ 65 കൂടെ പറ്റില്ലേ, അതും കൂടെ വരാനുണ്ട്. ഹലോ, ഞങ്ങളങ്ങനെ ഫുഡ് ഡേറ്റ് കഴിഞ്ഞ് റൂമിലെത്തി കേട്ടോ. സമയം ഇപ്പം 11:05 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ബീച്ചിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടാണല്ലോ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ നമ്മൾ പോയ റെസ്റ്റോറൻറ്റിൽ ആ ചേട്ടന്മാർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവര് എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവർ ഇങ്ങോട്ട് തന്നെ ചോദിച്ചു നിങ്ങളുടെ അടുത്ത് ഈ ഐറ്റിനറി പോലത്തെ സംഭവങ്ങൾ ഉണ്ടോ എന്ന്. അപ്പോൾ അവർ തന്നെ ഓരോ ലൊക്കേഷൻ, അതായത് നാളെ ഡേ 1 എന്താണ് ചെയ്യണം, ഡേ 2 എന്താണ് ചെയ്യണം, ഡേ 3 എന്താണ് ചെയ്യുന്നത്, അവരുടെ അടുത്ത് റൂട്ട് മാപ്പ് അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. കാരണം അതിനനുസരിച്ച് വേണം നാളെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നു ഓൾറെഡി ടയേർഡായി അല്ലേ? ഭയങ്കര ടയേർഡായി, ഭയങ്കര എന്താ പറയുക, തണുപ്പ് കുടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നാളെ അതുകൊണ്ട് രാവിലെ നമുക്കൊരു 7 മണിക്കാണ്, നാളെ 7 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു 6 അല്ല നമ്മൾക്ക് വേക്കപ്പ് ആയി അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ പുതിയ വ്ളോഗിൽ പുതിയ സ്ഥലങ്ങളിൽ പോകുന്നത് കാണാം. അതുപോലെ നമ്മൾ റൂമിലെല്ലാം സെറ്റായി, നമ്മൾ ഉച്ചയ്ക്ക് വന്ന് പോയതിന് ശേഷം ഇപ്പോഴാട്ടോ റൂമിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഇപ്പോഴാണ് വന്ന് കഴിഞ്ഞൊന്ന് കുളിച്ച് ഫ്രഷായി ഉറങ്ങണം. അതാണ് മെയിൻ, അതാണ് ഉറങ്ങണം. അപ്പോൾ അതുപോലെ ഞാനൊരു റൂം ടൂറൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയമുള്ളത് പോലെ ഇതേപോലെ രാവിലെ പോയി രാത്രി വരുന്നതാണെങ്കിൽ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ശ്രമിക്കും. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.